ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിലെ അടിസ്ഥാന സ്തംഭങ്ങളിൽ മൂന്നാമത്തതാണ് സക്കാത്ത്. ഷഹാദത്ത് കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നമസ്കാരമാണ്. മൂന്നാമത്തതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അഥവാ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ, സമ്പന്നനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ശരിയാവണമെങ്കിൽ നിർബന്ധമായും അയാൾ സക്കാത്ത് നൽകിയിരിക്കണം എന്നർത്ഥം. സമ്പന്നരല്ലാത്ത ആളുകളും സക്കാത്തിനെ സംബന്ധിച്ച് ധാരണയുള്ളവർ ആയിരിക്കുകയും വേണം. ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭമാണെന്നും അത് നിർവഹിക്കാത്തവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന ബോധം അവർക്കും ഉണ്ടായിരിക്കണം. കാരണം സമ്പത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വരികയും പോവുകയും ചെയ്യുന്ന ഒന്നായതുകൊണ്ട്. അതുകൊണ്ട് സമ്പന്നനായി കഴിഞ്ഞതിന് ശേഷം പഠിക്കുക, മനസ്സിലാക്കുക എന്നതല്ല, അതിനു മുമ്പേ തന്നെ സക്കാത്തിനെ സംബന്ധിച്ചൊരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കണം. അള്ളാഹു സാമ്പത്തിക ശേഷി നൽകിയിട്ട് സക്കാത്ത് നൽകാത്തവരെ സംബന്ധിച്ച് കടുത്ത താക്കീതാണ് അള്ളാഹുവും റസൂലും തന്നെ നൽകിയിട്ടുള്ളത്. അവരെ മുസ്ലിമായി നിലനിൽക്കുകയില്ല എന്നത് മാത്രമല്ല, അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് ഒരു ഇസ്ലാമിക രാഷ്ട്രവും സംവിധാനവുമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ലോകത്ത് തന്നെ ടാക്സൊക്കെ കൊടുക്കാതെ മുങ്ങി നടക്കുന്ന ആളുകൾക്ക് മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ അവർക്കെതിരെ നിയമ നടപടിയും ശിക്ഷാ നടപടിയും സ്വീകരിക്കുന്നത് പോലെ ഇസ്ലാമിക രാഷ്ട്രത്തിലെ പൗരന്മാർ സാമ്പത്തിക ശേഷിയുള്ള ഒരു മുസ്ലിം സക്കാത്ത് നൽകാൻ വിസമ്മതിച്ചാൽ അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും എന്നതിന് പുറമെ പരലോകത്ത് അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടാകും എന്ന് ഖുർആനിലും ഹദീസിലുമൊക്കെ ധാരാളമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സമ്പത്തൊക്കെ അവരെ വലയം ചെയ്യുമെന്നും ഭീകര സർപ്പമായി മാറി അവരെ കൊത്തുമെന്നുമൊക്കെയുള്ള അങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സക്കാത്തിനെ സംബന്ധിച്ച് അത് വളരെ കോംപ്ലിക്കേറ്റഡാണ്, അത് എല്ലാവർക്കും മനസ്സിലാവുകയില്ല എന്നൊക്കെയുള്ള ഒരു വ്യാപകമായ പ്രചരണം ഉണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും വസ്തുതാപരമായി ശരിയല്ല. അള്ളാഹു അങ്ങനെ മനുഷ്യർക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും പഠിക്കാനും പറ്റാത്ത നിയമങ്ങളൊന്നും കാരുണ്യവാനായ അള്ളാഹു നൽകുകയില്ല. പക്ഷേ അതിനെ സംബന്ധിച്ചും ധാരണയും അറിവും ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടതുണ്ട്. അത് കൊടുക്കുന്നതിനോ അത് ശേഖരിക്കുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാശയക്കുഴപ്പമുള്ള വിഷയങ്ങളൊന്നുമല്ല സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ കാലത്ത് അള്ളാഹു വലിയ സമ്പത്ത് നൽകി അനുഗ്രഹിച്ച ആളുകൾ അവരുടെ സമ്പത്തിൽ നിന്ന് വളരെ ചെറിയൊരു ശതമാനം അള്ളാഹു പറഞ്ഞതുപോലെ വിനിയോഗിക്കുക എന്നതാണ് സക്കാത്തിൻ്റെ ചൈതന്യമെന്ന് പറയുന്നത്. മുഴുവൻ കൊടുക്കണമെന്നല്ല. സ്വർണവും വെള്ളിയും കുമ്പാരമായി കിട്ടിയ ഒരാൾ അതിൽ നിന്ന് കേവലം 2.5% നൽകുക എന്നതാണ്. ഈ ലോകത്തേക്ക് വരുമ്പോൾ ആർക്കും തന്നെ ഒരു സമ്പത്തും ഇല്ലാതെയാണ് വരുന്നത്. പിന്നീട് അള്ളാഹു അവന് നൽകുന്നതാണ് ഇതെല്ലാം. അള്ളാഹു നൽകിയ, നമുക്ക് പൂർണ്ണമായി സൗജന്യമായി നൽകിയ ഈ സമ്പത്തിൽ നിന്ന് അള്ളാഹു പറഞ്ഞ ഏതാനും ചിലർക്ക് വളരെ പരിമിതമായ അളവിൽ നൽകുക, അതാണ് സക്കാത്തിലുള്ളത്. അതൊരാൾ നൽകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അവർക്ക് പിന്നെ അള്ളാഹുവിൻ്റെ അടിമ, ഒരു മുസ്ലിം എന്നൊന്നും പറയുവാനുള്ള അവകാശം ഇല്ല. അപ്പോൾ അതുകൊണ്ട് സക്കാത്തുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് ഈ കൂടിയിരിക്കുന്ന സംസാരത്തിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ ഇല്യാസ് മൗലവി സൂചിപ്പിച്ചതുപോലെ സക്കാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഇബാദത്തും അത് നിർവഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഒരാളുടെ ഇസ്ലാമിനെ തന്നെയാണ് അത് റദ്ദ് ചെയ്യുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ ഗവൺമെൻറ് നമ്മളുടെ കച്ചവടത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വ്യവസായ സംരംഭങ്ങൾക്കൊക്കെ നികുതി ഏർപ്പെടുത്താറുണ്ട്. അത് സാധാരണ ഇപ്പോൾ GSTയുടെ കണക്കനുസരിച്ച് 5% മുതൽ 28% വരെയാണ് നികുതി വരിക. 28% വരെ നികുതി കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു വ്യക്തി അള്ളാഹു അവനോട് ആവശ്യപ്പെടുന്നത് സക്കാത്തിൽ മിക്കവാറും സക്കാത്തിൻ്റെ
ഈ കന്നുകാലികളുടെ സക്കാത്തും കാർഷിക വിളകളുടെ സക്കാത്തും അല്ലെങ്കിൽ അടിസ്ഥാന ധാന്യങ്ങളുടെ സക്കാത്തും ഒഴിച്ചു നിർത്തിയാൽ മിക്കവാറും സക്കാത്തിൻ്റെ നിസാബായി വരുന്നത് 2.5% മാത്രമാണ്. അതേസമയം 18%, 28% ഒക്കെ GST കൊടുക്കുന്ന ആളുകൾ പോലും ഈ 2.5% സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ വല്ലാത്ത വിമുഖത കാണിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് വളരെ വേദനാജനകമായൊരു കാര്യമാണ്. കാരണം GST കൊടുത്തില്ലെങ്കിൽ, അത് കൊടുക്കാതിരുന്നാൽ ഭൗതികമായി തന്നെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നിങ്ങൾക്കറിയാം. അതേസമയം പരലോകത്ത് റബ്ബ് വലിയ ശിക്ഷകൾ കാത്തു വച്ചിരിക്കുന്ന ഒന്നാണ് സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. സക്കാത്തിൻ്റെ നിഷേധവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചില പ്രയോഗങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ചില പ്രയോഗങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും. കാരണം വിശുദ്ധ ഖുർആൻ നമ്മൾ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരും എടുക്കുന്നൊരു പ്രതിജ്ഞ, ഞാൻ മുസ്ലിമാണ്, എൻ്റെ ജീവിതവും മരണവും എൻ്റെ ആരാധനാകർമ്മങ്ങളും അള്ളാഹുവിനാണ്, ഞാൻ മുസ്ലിമാണ് എന്ന് പ്രതിജ്ഞ എടുക്കുന്ന ആളുകൾ, ആ പ്രതിജ്ഞ എടുക്കുന്ന ആളുകളുടെ പ്രതിജ്ഞാ ലംഘനമാണ് യഥാർത്ഥത്തിൽ സക്കാത്തിൻ്റെ നിഷേധത്തോടുകൂടി സംഭവിക്കുന്നത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സക്കാത്ത് നിഷേധികളെ മതപരിത്യാഗികളായി കണ്ടുകൊണ്ടാണ് അവരോട് യുദ്ധം ചെയ്തത് എന്ന് ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അനുചരിൽ ചിലരെങ്കിലും അബൂബക്കർ റളിയല്ലാഹുവിനോട് സംശയം ചോദിക്കുന്നുണ്ട്, കൈഫ തുഖാത്തിലുഹും വഹും യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്, താങ്കൾ എങ്ങനെയാണ് അവരോട് സമരത്തിനിറങ്ങുക, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആളുകളാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ സംശയത്തിന് അറുതി വരുത്തുന്നത് സക്കാത്തിൻ്റെ നിഷേധം ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അപരാധമായി ആയിക്കൊണ്ട് വിശദീകരിച്ചുകൊണ്ടാണ്. നമസ്കാരത്തെയും സക്കാത്തിനെയും തമ്മിൽ വേർതിരിക്കുന്നവർ, നമസ്കാരം എത്ര ഗൗരവമുള്ളൊരു ഇബാദത്താണോ അത്ര ഗൗരവമുള്ള ഒരു ഇബാദത്താണ് സക്കാത്ത് എന്നിരിക്കെ നമസ്കാരത്തെയും നോമ്പിനെയും സക്കാത്തിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മഹാപാതകമാണ്. ഒന്ന് ഞങ്ങൾ അനുഷ്ഠിക്കും, മറ്റേത് ഞങ്ങൾ അനുഷ്ഠിക്കുകയില്ല എന്ന് പറയുന്നത് അത്രയും വലിയ പാതകമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അനുചരന്മാരെ അവരെ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അത് അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ സാധാരണ ഭയപ്പെടുന്ന ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യത പാടില്ല എന്ന് വിചാരിക്കുന്ന ഷിർക്ക്, കുഫർ, നിഫാഖ്, ഈ 3 വിശേഷണങ്ങളും സക്കാത്തിനോട് ചേർത്ത് പറയുന്നത് കണ്ടിട്ടുണ്ടാവും. സക്കാത്ത് കൊടുക്കാത്ത ആളുകളുടെ മനോഭാവത്തെ വിശദീകരിക്കുന്നിടത്ത് അല്ലെങ്കിൽ മുശ്രിക്കുകളുടെ ലക്ഷണം പറയുന്നിടത്തൊക്കെ ഖുർആൻ ഇത് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിൽ പറയുന്ന ഒരായത്ത്, വൈലുലിൽ മുശ്രിക്കിൻ അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത്, സക്കാത്ത് നൽകാത്ത മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. മുശ്രിക്കുകൾ എന്ന് പറയുന്നത് മുശ്രിക്കുകളോട് ചേരുന്ന ഒരു വിശേഷണം കൂടിയാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. സൂറത്ത് യാസീനിൽ അവരോട് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുമെന്ന് പറയുമ്പോൾ ഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ, കുഫറുള്ള ആളുകൾ പറയും ഞങ്ങളെന്തിനാണ് കൊടുക്കുന്നത്, അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തവർക്ക് ഞങ്ങളെന്തിനാണ് കൊടുക്കുന്നതെന്ന് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ സക്കാത്ത് നിഷേധം അത് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ചില ആളുകൾ സക്കാത്ത് കൊടുക്കാൻ അവരോട് ആവശ്യപ്പെടുമ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവർ പറയും ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല, ഞങ്ങൾക്ക് പൈസ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ സക്കാത്ത് കൊടുക്കാമെന്ന് പറയുന്ന ആളുകളുണ്ട്. അവരെക്കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, ഫലമ്മ ആതാഹും മിൻ ഫളിഹി ബഖലു ബിഹി, അങ്ങനെ അവർക്ക് സാമ്പത്തികമായ ക്ഷേമവും ഐശ്വര്യവും ഉണ്ടായ സന്ദർഭത്തിൽ അവർ സക്കാത്ത് വിസമ്മതിച്ചു എന്ന് പറയുമ്പോൾ ഖുർആൻ പറയുന്ന വാചകം ഫഅഖബഹും നിഫാഖൻ, അവരിൽ നിഫാഖ് വന്നു ചേരുന്നു എന്നാണ്. അപ്പോൾ ഒരേ സമയം നിഫാഖും കുഫറും ഷിർക്കും ഒക്കെ വന്നു ചേരാൻ പറ്റുന്ന അത്രയും ഗൗരവമുള്ള ഒരു സംഗതിയാണ് സക്കാത്തിനോടുള്ള വിസമ്മതം എന്ന് പറയുന്നത്. ഈ കൊടുക്കേണ്ട എത്ര കൊടുക്കണം ഞാൻ പറഞ്ഞില്ലേ, പരമാവധി മിക്കവാറും സക്കാത്തിൻ്റെ ഇനങ്ങളുടെ നിസാബ് എന്ന് പറയുന്നത് 2.5%. നേരത്തെ പറഞ്ഞ അടിസ്ഥാന ധാന്യവിളകളും അല്ലെങ്കിൽ കന്നുകാലികളുടെ നിസാബ് പിടിച്ചു നിർത്തിയാൽ ഈ 2.5% എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 97.5% സ്വന്തമായി ഉപയോഗിക്കാൻ അനുവാദം തന്നിട്ട് അതിൽ 2.5% കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. ഒരു വലിയ അപ്പക്കഷണം 10ആയി പകുക്കുക എന്ന് കരുതുക. ഈ അപ്പക്കഷണത്തിലെ 10ആയി പകുത്തിട്ട് അതിൽ 9 നീ തന്നെ തിന്നോളാൻ പറയുന്നു, ബാക്കിയുള്ളത് ഒരു പീസാണ്. ആ പീസിനെ വീണ്ടും അള്ളാഹു പറഞ്ഞു നീ 4ആയി ഭാഗിച്ചോളൂ, എന്നിട്ട് അതിലെ 3 നീ തന്നെ എടുത്തോളൂ, ബാക്കി വരുന്ന 2.5%, അഥവാ 97% സ്വന്തമാക്കി വെച്ചിട്ട് 2% കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. അതിനെ സംശയങ്ങൾ ഉന്നയിച്ച് അതെങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു സമൂഹം യഥാർത്ഥത്തിൽ തങ്ങളുടെ ഇസ്ലാമിനെ തന്നെ സ്വയം റദ്ദ് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സക്കാത്തിനോടുള്ള വിമുഖത അതല്ലെങ്കിൽ സക്കാത്ത് നിഷേധം എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം സക്കാത്തിനെ ശരിയായി മനസ്സിലാക്കാത്തതാണ്. സക്കാത്ത് എന്താണ് എന്നറിയാത്തതാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം. സക്കാത്ത്
ഇസ്ലാമിലെ ആരാധനകൾ എന്ന് പറയുന്നത് വിവിധ സ്വഭാവങ്ങളിലുള്ള ആരാധനകളാണ് ഇസ്ലാമിലുള്ളത്. വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ നമസ്കാരം തീർത്തും ശാരീരികമായ ഒരാരാധനയാണ്. അതേസമയത്ത് സക്കാത്ത് എന്ന് പറയുന്നത് തീർത്തും മാലിയായ ഒരു ആരാധനയാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മാലിയായ ഒരു ആരാധനയും ശാരീരികമായ ആരാധനയും വ്യത്യാസപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന തലം എന്ന് പറയുന്നത്, ശാരീരികമായ ആരാധന ഒരു മനുഷ്യന് അത് നിർവഹിക്കാനുള്ള പ്രായപൂർത്തിയാകുമ്പോഴാണ് നിർബന്ധമാവുക, അതിനുള്ള ബുദ്ധിസ്ഥിരത ഉണ്ടാവുക എന്നതൊക്കെ അതിൻ്റെ മാനദണ്ഡമാണ്. സക്കാത്ത് മാലി ആയതുകൊണ്ട് തന്നെ മാലിൽ പൂർത്തിയായാലാണ്, സമ്പത്ത് പൂർത്തിയായാലാണ്. പ്രായപൂർത്തി അവിടെ ഒരു പരിഗണനയല്ല. അവിടെ സമ്പത്ത് അതിൻ്റെ പരിധി പൂർത്തിയായാൽ നിർബന്ധമാകുന്ന ഒരു ആരാധനാകർമ്മമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തികമായൊരു ആരാധനാ നിർവഹണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനുള്ളതാണ് ആരാധന. നിർവഹിക്കേണ്ടുന്ന ആരാധന സാമ്പത്തികമാണ്, സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, സമ്പത്തിനെക്കുറിച്ചുള്ള സങ്കല്പം, ഇസ്ലാമികമായ സങ്കല്പം, ഇത് ആണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് ഉണ്ടാകേണ്ടുന്ന കാര്യം. അപ്പോൾ സമ്പത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിക സങ്കല്പം, അൽ മാലു മാലുള്ള, ധനം, സമ്പത്ത് അത് അള്ളാഹുവിൻ്റെതാണ്. വൽ ഇൻസാന് മുസ്തഖ്ലഫുൻ ഫീഹി, മനുഷ്യൻ അതിൽ കൈകാര്യകർത്താവ് മാത്രമാണ്, അല്ലെങ്കിൽ വിശ്വസ്തയോടുകൂടി അതിൽ പ്രാതിനിധ്യം ഏൽപ്പിക്കപ്പെട്ടവൻ മാത്രമാണ് എന്ന അടിസ്ഥാനം മനസ്സിലാകാത്തവർക്ക് സക്കാത്ത് മനസ്സിലാവുകയില്ല. അങ്ങനെയുള്ളവർക്കാണ്, അത് മനസ്സിലാകാത്തവർക്കാണ് സക്കാത്തിനെക്കുറിച്ച് ഒരു നഷ്ടബോധം ഉണ്ടാകുന്നത്, എൻ്റെ സമ്പത്ത് കുറയുന്നു എന്ന നഷ്ടബോധം ഉണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോടൊരു വിമുഖതയൊക്കെ ഉണ്ടായിത്തീരുന്നത്. രണ്ടാമത്തത്, സക്കാത്ത് എന്ന പ്രയോഗം തന്നെ അറബി ഭാഷയനുസരിച്ച് അത് തത്ഹീർ അഥവാ ശുദ്ധീകരണം എന്നും, തന്മിയ അതേപോലെ തന്നെ വളർച്ച എന്നും അർത്ഥമുള്ള പ്രയോഗമാണ്. വിശുദ്ധ ഖുർആൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഈ രണ്ട് കാര്യത്തെയും അള്ളാഹു പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. വളർച്ച എന്നർത്ഥമുള്ള റിബ എന്നതാണ് പലിശക്ക് പ്രയോഗിക്കുന്ന പദപ്രയോഗം. സക്കാത്ത് വിശുദ്ധ ഖുർആൻ പേരിട്ട് വിളിച്ചതാണ്. ധനം കൊടുക്കുന്നതിന് അങ്ങനെ ഒരു പേര് ഖുർആൻ നൽകിയ പേരാണ്, അല്ലെങ്കിൽ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്ന പേരാണ്. പക്ഷേ മനുഷ്യൻ അതിനെക്കുറിച്ച് കരുതുന്നത് അത് വളർച്ചയല്ല, അത് നഷ്ടമാണ്. എല്ലാ വർഷവും സമ്പത്തിൽ നിന്ന് നിശ്ചിത ശതമാനം കുറഞ്ഞു പോകുന്നതാണ് സക്കാത്ത് എന്നാണ് വിചാരിക്കുന്നത്. പലിശയെക്കുറിച്ച് മനുഷ്യൻ പ്രത്യക്ഷത്തിൽ തന്നെ അത് സമ്പത്തിലേക്ക് വരുന്ന വർധനവായിട്ടുമാണ് മനസ്സിലാക്കുന്നത്. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത് എന്ന് ആണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സക്കാത്ത് സമ്പത്തിലെ വളർച്ചയാണ് എന്ന് ആവർത്തിച്ച് സ്ഥാപിക്കുന്നതാണ് വിശുദ്ധ ഖുർആനിലെ അടിസ്ഥാന പ്രമാണങ്ങളായ, ദീനുൽ ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനിലെ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കണം. അതേ സമയത്ത് യംഹഖുല്ലാഹു റിബ, പലിശയെ അള്ളാഹു നശിപ്പിക്കുകയും തേച്ചു മായ്ച്ച് ഇല്ലാതാക്കുകയുമാണ് ചെയ്യുക. അപ്പോൾ അതാണ് സക്കാത്ത് സമ്പത്തിലെ അഭിവൃദ്ധിയാണ്. രണ്ടാമത്തെ സക്കാത്തിൻ്റെ ഒരു തലം എന്ന് പറഞ്ഞാൽ അത് ശുദ്ധീകരണമാണ്. ഏറ്റവും പ്രധാനമായി അള്ളാഹു എന്താണ് സക്കാത്ത് എന്ന ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? അപ്പം അതിനു മുമ്പ് സക്കാത്ത് എന്ന് പറയുന്നത് ദാനമാണ്. ദാനത്തിന് വിശുദ്ധ ഖുർആനും ഇസ്ലാമിലെ പ്രമാണങ്ങൾ മൊത്തത്തിലും ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പദങ്ങൾ സ്വതക്കയും സക്കാത്തുമാണ്. രണ്ടും ദാനങ്ങളാണ്. അതിൽ നിർബന്ധ ദാനവുമുണ്ട്, ഐച്ഛികമായ ദാനങ്ങളുമുണ്ട്. നിർബന്ധ ദാനത്തിനെയാണ് നമ്മൾ സക്കാത്ത് എന്ന് പൊതുവിൽ വിളിക്കുന്നത്. അപ്പോൾ ദാനം എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഒരു സ്വഭാവമായിട്ടുണ്ടായിരിക്കണം എന്ന് നിർബന്ധമായും അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളതാണ്. അള്ളാഹിൻ്റെ മനുഷ്യൻ്റെ ഒരു കൾച്ചറായി, വിശ്വാസിയുടെ ഒരു കൾച്ചറായിട്ട് അതുണ്ടാവണം. അപ്പോൾ ഒരാൾക്ക് എന്താണോ ഏറ്റവും വില പിടിച്ചത്, ഏറ്റവും മൂല്യമുള്ളത്, കൈവശമുള്ളത്, അത് അയാൾ കൊടുത്ത് ദാനശീലം ഉണ്ടാക്കിയിരിക്കണം എന്നതാണ്. അതുകൊണ്ടാണ് ഒന്നുമില്ലാത്തവൻ കയ്യിലുള്ള സൽഗുണങ്ങൾ ദാനമായി കൊടുക്കണം. തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വദഖ എന്നൊക്കെ പഠിപ്പിക്കുന്നതിലൂടെ പണം കൊണ്ട് ദാനം ചെയ്യാൻ പറ്റാത്തവൻ അതല്ലാത്തത് കൊണ്ടെങ്കിലും ദാനം ചെയ്ത് ദാനം ഒരു ശീലമാക്കി നിർത്തണം എന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസിയുടെ കൾച്ചറിൽ ഉണ്ടാകേണ്ടതാണ്
അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദാനം എന്തിനാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെ കുറിച്ച് 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കുന്നതിൽ വിമുഖതയുണ്ടാവുകയോ അയാൾ അതിൽ നിന്ന് ഒളിച്ചോടുകയോ കൊടുക്കുന്നത് കുറച്ചു കൊടുക്കാൻ ശ്രമിക്കുകയോ അതല്ലെങ്കിൽ കൊടുക്കുമ്പോൾ തന്നെ ഏറ്റവും മോശമായത് ധനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കാൻ ശ്രമിക്കുകയോ ഒക്കെയാണ് ഒരാൾ ചെയ്യുക. അപ്പോൾ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സക്കനുൽ ലഹും. സാധാരണഗതിയിൽ പൊതുവിൽ ആളുകൾ വിചാരിക്കുന്നത് സക്കാത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും നേട്ടം സക്കാത്ത് ദായകർക്കല്ല, സക്കാത്ത് സ്വീകരിക്കുന്നവർക്കാണ് എന്നാണ് വിചാരിച്ചു വെച്ചിട്ടുള്ളത്. അതേസമയത്ത് സക്കാത്തിൻ്റെ നിർവഹണം എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളാണ്. ഒന്നത് ആദ്യം ധനികരിൽ നിന്ന് ശേഖരിക്കുക, 2 അത് അവകാശികളിലേക്ക് വിതരണം ചെയ്യുക. ഇതിൽ ആദ്യം നടക്കേണ്ടത് ശേഖരണമാണ്. ഈ ശേഖരണം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച് വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുള്ള 3 ലക്ഷ്യങ്ങളും സക്കാത്ത് ദായകർക്കുള്ളതാണ്. തുതഹിറുഹും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, അവരെ ശുദ്ധീകരിക്കാൻ എന്നാണ്. സമ്പത്തിൻ്റെ ശുദ്ധീകരണം അതിൻ്റെ ഉദ്ദേശമാണ് എന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതേസമയത്ത് അവരെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ എന്ന് പൊതുവിലോ അല്ലെങ്കിൽ സക്കാത്ത് നൽകുന്ന ധനികരെ ശുദ്ധീകരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തിൽ നിന്നൊക്കെയാണ് ശുദ്ധീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സക്കാത്ത് കൊണ്ട് അല്ലെങ്കിൽ ദാനം കൊണ്ടല്ലാതെ പരിഹരിക്കാൻ പറ്റാത്ത കുറേ ദുർഗുണങ്ങൾ മനുഷ്യരിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സമ്പത്തിനോടുള്ള ആർത്തിയാണ്. അത് കയ്യിലുള്ള സമ്പത്തിൽ നിന്ന് ദാനം ചെയ്ത് തന്നെ ആ ദുർഗുണത്തെ ഇല്ലാതാക്കണം. പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പിശുക്കിൽ നിന്ന് മോചിതരായവരാരാണോ അവരാണ് വിജയികൾ എന്ന് പറഞ്ഞാൽ പിശുക്ക് ഉള്ളവർ വിജയിക്കുകയില്ല ജീവിതത്തിൽ എന്നാണ് അള്ളാഹുവിൻ്റെ പ്രസ്താവന. അപ്പോൾ പിശുക്ക് എങ്ങനെയാണ് മാറ്റുക? പിശുക്കൊരിക്കലും അറിവ് കൊണ്ട് മറികടക്കാൻ പറ്റുന്നതോ ഉത്ബോധനം കിട്ടിയതുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നതോ ആയ ദുർഗുണമല്ല. പിശുക്കില്ലാതാകണമെങ്കിൽ കയ്യിലുള്ളത് ചെലവഴിച്ച് തന്നെ പിശുക്ക് ഇല്ലാതെ ആവണം. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസിക്ക് അതിന് തുടക്കം കുറിക്കാനുള്ള തുടക്കത്തിൽ നീ നിർബന്ധമായും അള്ളാഹു നിശ്ചയിച്ചൊരു വിഹിതം കൊടുത്ത് ശീലിക്ക് എന്നതാണ് സക്കാത്തിൻ്റെ ഒരു മർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ തുസക്കീഹിം ബിഹ എന്ന് പറഞ്ഞാൽ അത് വഴി അവരെ വളർത്തുക, അഭിവൃദ്ധിപ്പെടുത്തുക എന്നതാണ്. അത് സമ്പത്തിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മൊത്തത്തിലുമുള്ള അഭിവൃദ്ധിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സംസ്കരണം, സക്കാത്ത് ദായകൻ്റെ സംസ്കരണം, ശുദ്ധീകരണം, പാപങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ ശുദ്ധീകരിക്കുക, ദുർഗുണങ്ങളിൽ നിന്ന് അയാളെ ശുദ്ധീകരിക്കുക, അയാളുടെ സമ്പത്തിനെ ഹറാമിൽ നിന്ന് ശുദ്ധീകരിക്കുക, അതേപോലെ തന്നെ അയാളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുക, അയാളുടെ സമ്പത്തിൽ വളർച്ചയുണ്ടാക്കുക എന്നതൊക്കെ സക്കാത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സക്കനുൽ ലഹും. റസൂലിൻ്റെ ഒരു പ്രാർത്ഥന അയാൾ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് റസൂലിനോടുള്ള കൽപ്പനയാണ് താങ്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, താങ്കളുടെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് മനസ്സമാധാനമാണ്. ആ സക്കീനത്ത് നേടിയെടുക്കാനുള്ള അല്ലെങ്കിൽ അത് ലഭിക്കാനുള്ള മാർഗങ്ങളാണ് ഇസ്ലാമിലെ ആരാധനകൾ. നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിനെക്കുറിച്ചും പറയുന്നത് വിശ്വാസികൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ സക്കാത്ത് വാങ്ങുന്നവർ, സക്കാത്ത് ശേഖരിക്കുന്നവർ, സക്കാത്ത് നൽകുന്ന ആൾക്ക് വേണ്ടി നിർബന്ധമായും പ്രാർത്ഥിക്കണം. അവർ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അത് അള്ളാഹിൻ്റെ കൽപ്പന ആയതുകൊണ്ട് അതുകൊണ്ടുണ്ടാകേണ്ടുന്ന സൽഫലം സക്കാത്ത് ദായകന് അള്ളാഹു നൽകുക തന്നെ ചെയ്യും. അത് മനസ്സമാധാനമാണ്. ഈ വിധം സക്കാത്ത് എന്ന് പറയുന്നത് ഈ നിലക്കുള്ള കാര്യങ്ങളാണ്. അത് സംസ്കരണമാണ്, ശുദ്ധീകരണമാണ്. അതല്ലെങ്കിൽ സക്കാത്ത് നൽകുന്നതിൻ്റെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള പ്രാഥമികമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെയും സക്കാത്ത് നൽകുന്നയാൾക്ക് കിട്ടാനുള്ളതാണ് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ, സക്കാത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ മഖാസിദു സക്കാത്ത് എന്ന് പറയും, സക്കാത്തിൻ്റെ മഖ്സദുകൾ, ലക്ഷ്യങ്ങൾ അത് മനസ്സിലായിട്ടില്ലെങ്കിലാണ് സക്കാത്തിൽ നിന്നുള്ള വിമുഖതയും സക്കാത്ത് നിഷേധത്തിനുള്ള പ്രവണതയുമൊക്കെ ഉണ്ടാവുക. അത് തിരിയുക, അത് മനസ്സിലാവുക എന്നത് ഒരാളെ ആരും സക്കാത്ത് തേടി ചെന്നിട്ടില്ലെങ്കിലും ആരും സക്കാത്തിന് പ്രേരിപ്പിച്ചിട്ടില്ലെങ്കിലും ഒരു വിശ്വാസി ഇതെല്ലാം എനിക്കുള്ള നേട്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി അയാൾ സ്വയം സന്നദ്ധനായി
സക്കാത്ത് നൽകാൻ അയാളുടെ സമ്പത്തിൻ്റെ സക്കാത്ത് സമയം നോക്കി, നമസ്കാരത്തിൻ്റെ സമയം നോക്കുന്നത് പോലെ തന്നെ സമയം നോക്കി, സമയമായോ എന്ന് നോക്കി നിർവഹിക്കേണ്ടുന്ന ആരാധനാകർമ്മം തന്നെയാണ് സക്കാത്ത്. അപ്പോൾ ഈ അറിവും ഈ ബോധവുമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സക്കാത്തിൻ്റെ ദാനത്തിന് സ്വയം സന്നദ്ധനായി മുന്നോട്ട് വരും എന്നതാണ്. അത് മനസ്സിലാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് സക്കാത്ത് ഒരു നഷ്ടമായിട്ട് തോന്നുകയും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും സംശയങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അതിൽ കുറവ് വരുത്താൻ ശ്രമിക്കുകയോ കൊടുക്കുമ്പോൾ രക്ഷപ്പെടാൻ മാത്രമുള്ളത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രവണതകൾ ഉണ്ടാവുക ഇസ്ലാമിക ചരിത്രത്തിൽ നേരെ തിരിച്ചുള്ള അനുഭവങ്ങളാണുള്ളത് സക്കാത്തുമായി ബന്ധപ്പെട്ടും സ്വതക്കകളുമായി ബന്ധപ്പെട്ടതും എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യവുമാണ്. അള്ളാഹു ഖുർആനിൽ തന്നെ വമാ ആതൈതും മിർ റിബൻ ലിയർബു ഫി അംവാലിൻ നാസി ഫലാ യർബു ഇൻദല്ലാഹ്, നേരത്തെ യംഹഖുല്ലാഹു റിബ എന്ന് പറഞ്ഞതുപോലെ പലിശ ഒരിക്കലും വളരുകയില്ല. വളരും എന്ന് വിചാരിച്ച് നിങ്ങൾ പലിശ ഇടപാട് നടത്തിയാൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഒട്ടും വളരുകയില്ല. പിന്നെ പറയുന്നത് വമാ ആതൈതും മിൻ ജക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹി ഫഉലൈക ഹുമുൽ മുളൈഫൂൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന ഏതൊരു സക്കാത്തും അതെത്ര തുച്ഛമായിരുന്നാലും ഫഉലൈക ഹുമുൽ മുളൈഫൂൻ, അവരത്രേ അതിനെ ഇരട്ടിപ്പിക്കുന്നത് എന്നാണ്. ഇത് സാധാരണഗതിയിൽ പരലോകത്തെ അള്ളാഹു ഇരട്ടിപ്പിക്കും എന്ന് മാത്രം വിശദീകരിക്കപ്പെടാറുണ്ട്. പക്ഷേ അതല്ല, സംഭവ ലോകത്ത് നമ്മൾ പഠിച്ചു നോക്കിയാൽ നമ്മളൊരു പ്രദേശത്ത് വല്ല സാമ്പത്തികമായ കലക്ഷനും വേണ്ടി പോയാൽ ആളുകളോട് ആരെ കണ്ടാലാണ് കുറച്ച് കാശ് കിട്ടുക എന്ന് നമ്മൾ അന്വേഷിച്ചാൽ സ്ഥിരം ചില ആളുകളെ പറഞ്ഞത് ഇന്ന ആളെടുത്ത് പോയാൽ കിട്ടും, ഇന്ന ആളെടുത്ത് പോയാൽ ഇന്ന ആളെടുത്ത് പോയാൽ. എന്നാൽ അയാളെക്കാളും സമ്പന്നരായവർ ആ നാട്ടിലുണ്ടാവും, അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാ ദിവസവും എപ്പോഴും ആളുകൾ സമീപിക്കുന്നത് ഈ ഉദാരന്മാരായ ആളുകളെയാണ്, ഉദാരശീലമുള്ള ആളുകളെയാണ്. അപ്പോൾ നമുക്കൊക്കെ കലക്ഷനൊക്കെ പോകുമ്പോൾ അറിയാറിത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോരുന്ന കിണറിലാണ് ഉറവ് കൂടാന്ന് പറഞ്ഞതുപോലെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഇതിങ്ങനെ വളർത്തുന്നുണ്ട് എന്നത് നമ്മുടെ അനുഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, മാ നഖസ മാലുൻ മിൻ സദഖ, സദഖ ചെയ്തതുകൊണ്ട്, ദാനം ചെയ്തതുകൊണ്ട് ഒരു മാലും കുറഞ്ഞു പോവുകയില്ല എന്ന്. അപ്പോൾ അത് നമ്മുടെ ജീവിതാനുഭവമാണ്, എല്ലാവർക്കും അത് അനുഭവം ഉണ്ടാവുകയും ചെയ്യും. ഒരുപാട് പഠനങ്ങൾ ഈ സക്കാത്തിൻ്റെ ഭൗതികമായി തന്നെ ഉണ്ടാകുന്ന വളർച്ച സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മലേഷ്യയിൽ അവരുടെ ഒരു സംഘടിത സക്കാത്ത് സംവിധാനമുണ്ട്, മലേഷ്യൻ ഗവൺമെൻറ് തന്നെ നേരിട്ട് നടത്തുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു കണക്ക് പ്രകാരം 2024-25 വർഷത്തിൽ മാത്രം സക്കാത്ത് കൊണ്ട് അവരുടെ രാജ്യത്തിലെ 20% ആളുകളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കണക്കെന്താണെന്ന് വെച്ചാൽ സക്കാത്ത് കൊടുത്തുകൊണ്ട് ആ ആളുകൾ ഒരു വർഷം സക്കാത്ത് കൊടുത്താൽ അവർക്ക് മതിയാകുന്നത് സക്കാത്തായി ലഭിച്ചു കഴിഞ്ഞാൽ പിറ്റേ വർഷം അവർ ദായകരായി മാറുന്ന അനുഭവം അവർക്ക് ഒരുപാടുണ്ട് എന്ന് അവരുടെ റിപ്പോർട്ട്. ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ്. മുആദ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് സക്കാത്ത് കൊടുത്തയച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ശക്തമായ ഭാഷയിൽ അവിടെയുള്ള സക്കാത്ത് വാങ്ങി അവിടെ തന്നെ കൊടുക്കാൻ പറഞ്ഞ നിങ്ങളെന്തിനാ ഇങ്ങോട്ട് കൊടുത്തയച്ചതെന്ന് ചോദിച്ചപ്പോൾ മുഴുവൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, സുലുസാണ് കൊടുത്തയച്ച്. അപ്പോൾ മുആദ് റളിയല്ലാഹു തിരിച്ചു ചെയ്താണ് ലം അജിദ് മൻ യഖുദുഹാ മിന്നി എന്ന് പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഉബൈദ് കിതാബുൽ അംവാൽ ഉദ്ധരിക്കുന്നു, പിറ്റത്തെ വർഷം പകുതി കൊടുത്തയച്ചു. അപ്പോൾ വീണ്ടും ഉമർ ചോദിക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മൂന്നാമത്തെ വർഷം മുഴുവൻ സക്കാത്ത്, യമനിലെ സക്കാത്ത് മുഴുവനും കൊടുത്തയച്ചു, മദീനയിലേക്ക് കൊടുത്തയച്ചു. അപ്പോൾ ഉമറിന് ഇതേമാതിരി ഉമർ ചോദിച്ചപ്പോൾ അപ്പോഴും അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഇവിടെ ഇത് സ്വീകരിക്കാൻ ആളില്ല എന്ന്. ഇനി സക്കാത്തിൻ്റെ ഈ സ്വർണത്തിൻ്റെ സക്കാത്ത് മാത്രം ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ കേരളത്തിൽ ഇപ്പോൾ ഒരു പവന് 1 ലക്ഷം, 1.32, 1 ലക്ഷം തന്നെ കൂട്ടിയാൽ 100 പവൻ എത്രയായി? അങ്ങനെ ഒരു 1000 പവനുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് സ്വർണത്തിൻ്റെ സക്കാത്ത് മാത്രം കളക്ട് ചെയ്താൽ കേരളത്തിലെ പാവങ്ങളുടെ പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിക്കാൻ അതന്നെ ഉണ്ടാവും എന്നാണ്. അത് CP ജോൺ പറയുന്നുണ്ട്, കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളിലുള്ള സ്വർണം, അതായത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ അളവ് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം പറയുന്നത് 3000 കോടി രൂപയെങ്കിലും ആ ഇനത്തിൽ സക്കാത്തായി മാത്രം കിട്ടുന്നതാണ്. അതായത് വാണിജ്യ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു ഷെയറുകളിൽ നിന്ന് ലഭിക്കുന്നതോ അല്ലാത്ത ഈ പറയുന്ന കരുതൽ സ്വർണം ഇതിൽ നിന്ന് മാത്രം കിട്ടുന്ന സക്കാത്തിൻ്റെ കണക്ക് അദ്ദേഹം പറയുന്നുണ്ട്. 3000 കോടി മുതൽ 5000 കോടി വരെ പൈസ ആ ഇനത്തിൽ സ്വർണത്തിൻ്റെതായ സക്കാത്ത് കളക്ട് ചെയ്യാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഇതിൻ്റെ ഒരു വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഈ സക്കാത്ത് കളക്ട് ചെയ്യുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്നൊരു മാറ്റമുണ്ട്. ഈ ധനശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ കാര്യമായി പറയുന്ന ഒന്ന്, മാർക്കറ്റ് ചലിച്ചാൽ മാത്രമേ സാമ്പത്തികമായ വളർച്ച ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഈ മാർക്കറ്റ് ചലിക്കുന്നത് സമ്പന്നർക്കിടയിൽ പൈസ കറങ്ങിയാൽ മാർക്കറ്റ് ചലിക്കില്ല. അപ്പോൾ നമ്മുടെ തന്നെ അനുഭവം, ഇപ്പോൾ റമദാൻ മാസത്തിൽ നമ്മുടെ വിപണികൾ വളരെ സജീവമായിരിക്കും. കാരണം നമ്മുടെ ഈ തുണിക്കടകളാകട്ടെ, ഭക്ഷണ സാധനങ്ങളാകട്ടെ, അല്ലെങ്കിൽ സാധാരണ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് സജീവമാകുന്നത് റമദാൻ കാലത്താണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരിലേക്ക് പൈസ എത്തും. ഈ സാധാരണക്കാരിലേക്ക് പൈസ എത്തുമ്പോൾ ഒരു പ്രത്യേകത, അത് സൂക്ഷിച്ച് വെക്കാതെ അപ്പോൾ തന്നെ അത് മാർക്കറ്റിൽ അവർ സാധനങ്ങൾ വാങ്ങും. അപ്പോൾ പൈസ കരുതലായി വെക്കാതെ അപ്പോൾ തന്നെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൻ്റെ ചലനാത്മകത ഉണ്ടാവും. ഇത് വിപണി സജീവവും. ഇതിന് ആത്യന്തികമായി ഇതിൻ്റെ ഒരു ഫലം നേരത്തെ ദായകന് ആത്മീയമായി കിട്ടുന്നതും പ്രവാചകൻ്റെ പ്രാർത്ഥന കിട്ടുന്നതും അല്ലാതെ ഭൗതികമായും കിട്ടും. ഇപ്പോൾ ഒരു മഹല്ലിലെ ഒരു 10 കച്ചവടക്കാർ അവരുടെ സക്കാത്ത് അവരുടെ മഹല്ലിലെ തന്നെ അർഹരായ ആളുകൾക്ക് എത്തിച്ചാൻ ശ്രമിച്ചാൽ ഈ അർഹരായ ആളുകൾ ആ അവരുടെ കടയിൽ നിന്ന് തന്നെ സാധനം വാങ്ങിക്കുക. സ്വാഭാവികമായിട്ടും ഇത് കറങ്ങിത്തിരിഞ്ഞ് അവരിലേക്ക് എത്തും. വിശുദ്ധ ഖുർആൻ വളരെ സൂക്ഷ്മമായി, ഇപ്പോൾ മധു സാഹിബ് അദ്ദേഹം തഫീമുൽ ഖുർആനിൽ കൈലായക്കൂന ദൂലത്തൻ ബൈനൽ അഗ്നിയായി മിൻകും എന്ന ആയത്തിൽ വിശദീകരിച്ചത്, സമ്പന്നർക്കിടയിൽ മാത്രം കറങ്ങിത്തിരിയുന്നതാവരുത് എന്ന് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് സാമ്പത്തിക ശാസ്ത്രത്തിന് തന്നെ ഒരു അത്ഭുതമാണ്. സക്കാത്ത് എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ ഇടപാടാണ്. കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരേപോലെ ക്ഷേമവും ഐശ്വര്യവും കിട്ടുന്ന ഒരു സാമ്പത്തിക വ്യവഹാരമാണ് സക്കാത്തും ദാനധർമ്മങ്ങളും എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് വിപണി സജീവമാവുക, പണം കെട്ടിക്കെടുക്കാതിരിക്കുക എന്ന് പറയുന്നതാണ്. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോൾ സമ്പത്ത് സക്കാത്ത് കൊടുക്കാതെ കൂട്ടി വെക്കുന്നവർ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതേസമയം സമ്പത്ത് കൂട്ടി വെക്കാതെ അതിനെ വീണ്ടും വിപണിയിലേക്ക് തന്നെ ഇറക്കാനുള്ള വലിയൊരു പ്രേരണ കൂടിയാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ ഇൻഫാക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് 7 കുലകളുള്ള, ഓരോ കുലയിലും 100 കതിരുകൾ 100 ധാന്യമണികളുള്ള രീതിയിൽ അത്രയും വികസിപ്പിക്കുന്ന, നേരത്തെ മൗലവി ഓതിയ അൽ മുളൈഫൂൻ എന്ന് പറയുന്ന ആ പെരുപ്പിക്കൽ, ആ വർധനവ് ഉണ്ടാക്കുന്ന ഒരു ഭൗതികമായ ഇടപാട് കൂടിയാണ്. സക്കാത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്നൊരു ഗൗരവം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ബദനീയായ ആരാധനകൾ, ശാരീരികമായ ആരാധനകൾ, ശരീരം കൊണ്ട് നിർവഹിക്കേണ്ടുന്ന ആരാധനകൾ, ഇതിൻ്റെ കാര്യത്തിൽ സമുദായത്തിന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകാത്തതിൻ്റെ ഒരു കേട് വല്ലാതെ ഇല്ല. അതുകൊണ്ട് സാമാന്യം നമസ്കാരത്തിൻ്റെ കാര്യത്തിലും നോമ്പിൻ്റെ കാര്യത്തിലും സമുദായം ഒരളവ് വരെ ബോധവാന്മാരാണ്, അല്ലെങ്കിൽ അത് നിർവഹിക്കാൻ സന്നദ്ധരുമാണ്. അതേസമയത്ത് സാമ്പത്തികമായ സക്കാത്തിൻ്റെ ഒരു തലം എന്ന് പറഞ്ഞാൽ സക്കാത്തിന് 2 തലമുണ്ട്. ഒന്നത് പ്യുവർ ഒരാരാധനയാണ്, ഇബാദ ഖാലിസ ആണ് എന്നത് മനസ്സിലാക്കണം. ഇബാദ ഖാലിസയാവുമ്പോൾ ഇബാദത്തിൻ്റെ അടിസ്ഥാന താല്പര്യം എന്ന് പറയുന്നത് മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തെ രൂഢമൂലമാക്കുക എന്നതാണ്. ആ ഒരു തലം അതിനുണ്ട്. നിസ്കാരം പോലെയും നോമ്പ് പോലെയും അത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇതൊരു കേവലം സാമ്പത്തിക ഇടപാട്. ധനികനായ ഒരാൾ ദരിദ്രനായ ഒരാൾക്ക് തൻ്റെ സമ്പത്തിൽ നിന്ന് കുറച്ച് കൊടുക്കുന്നു എന്നുള്ള ആ പ്രത്യക്ഷമായ അതിൻ്റെ ഒരു തലം മാത്രമാണ് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത്. അതേസമയത്ത് ആരാധനക്ക് അള്ളാഹുവുമായിട്ട് അടുപ്പമുണ്ടാക്കാനും സാമീപ്യം ഉണ്ടാക്കാനും നമസ്കാരത്തിന് എത്ര തന്നെ സാധ്യതയുണ്ടോ അത്ര തന്നെ സാധ്യതയുള്ള പ്യുവർ ഇബാദത്തായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കർമ്മമാണ് സക്കാത്ത്. നോമ്പിന് ആ സാധ്യത എത്രത്തോളം ഉണ്ടോ അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുക, അള്ളാഹുമായിട്ടുള്ള ബന്ധം രൂഢമൂലമാക്കുക എന്ന ഒരു തലത്തിൽ നോമ്പ് എത്രത്തോളം പ്രസക്തമാണോ അത്രത്തോളം പ്രസക്തം തന്നെയാണ് സക്കാത്ത് എന്ന് മനസ്സിലാക്കണം. അതിന് രണ്ടിനും പ്രത്യേകിച്ചും ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമസ്കാരവും നോമ്പും ഒന്നിച്ച് ഒരേ പ്രാധാന്യത്തിൽ ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്നതാണ്. നമസ്കാരവും സക്കാത്തും. അബൂബക്കർ റളിയല്ലാഹു അൻഹു മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാത്തി ലഉഖാതിലന്നഹു എന്ന് പറഞ്ഞത് ആ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതിൽ തന്നെ ശ്രദ്ധേയമായൊരു നിരീക്ഷണമാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള. അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകളിൽ ഓരോ ജോഡി കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്നും അതിൻ്റെ യഥാസ്ഥിതി അതിലേതെങ്കിലും ഒന്നിനെ വിട്ട് മറ്റൊന്ന് മാത്രം നിർവഹിച്ചാൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുമാണ് എന്ന് പറഞ്ഞിട്ട്, ഒന്നാമതായി അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. റസൂലിനുള്ള അനുസരണം നിരാകരിച്ച് അള്ളാഹുവിനെ മാത്രം അനുസരിക്കുക
ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ പരിപാടി സ്വീകാര്യമല്ല. എനിക്ക് ഖുർആൻ മതി, ഞാൻ സുന്നത്തിനെ പ്രവാചകചര്യ വേണ്ടതില്ല എന്ന് ഏത് തലത്തിൽ ഒരാൾ വാദിച്ചാലും അത് ഖുർആന് വിരുദ്ധമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യമല്ല. അനിഷ്കുർലി വലിവാലിദൈ, എന്നോട് നന്ദി കാണിക്കണം, എൻ്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കണം. അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെ മാതാപിതാക്കളോട് എത്ര തന്നെ കടപ്പാട് നിർവഹിച്ചാലും സ്വീകാര്യമല്ലാത്തതുപോലെ മാതാപിതാക്കളോടുള്ള കടപ്പാടിനെ, നന്ദിയെ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് എത്ര തന്നെ നന്ദി കാണിച്ചാലും സ്വീകാര്യമല്ല എന്നതാണ് രണ്ടാമത്തെ ആയത്തായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തത് അഖീമുസ്സലാത്ത വ ആത്തുസ്സക്ക എന്ന് പറഞ്ഞാൽ നമസ്കാരം നിർവഹിക്കുന്നതോ നമസ്കാരത്തോട് ദീനിയായി സ്വീകരിക്കണമെന്ന സമീപനം ശരിയായി സ്വീകരിക്കുന്നയാൾ അതേ സമീപനം സക്കാത്തിനോടും സ്വീകരിക്കണം. സക്കാത്ത് കൊടുക്കാത്തവൻ്റെ നമസ്കാരം സ്വീകാര്യമല്ല, നമസ്കരിക്കാത്തവൻ്റെ സക്കാത്ത് സ്വീകാര്യമല്ല. ആളുകൾ ഇതിൽ പലതരം നിലപാടുണ്ട്. ചില മനുഷ്യന്മാരുടെ നിലപാട് പൈസ നിങ്ങൾ എത്രയും ആണെങ്കിൽ ചോദിച്ചോളി, പക്ഷെ പള്ളിക്കൊക്കെ ഒന്നും എന്നെ വിളിക്കരുത് എന്നായിരിക്കും. വേറെ ചിലരുടെ നിലപാട് പള്ളിയിലൊക്കെ ഞാൻ സജീവമായിക്കോളാം, സംഭാവന എന്നോട് വല്ലാതെ ചോദിക്കരുത് എന്നായിരുന്നു. ഇങ്ങനെ ഒരു ദീനില്ല എന്നതാണ് ഖുർആന്റെ അധ്യാപനം എന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം. ആരാണ് സക്കാത്ത് നൽകേണ്ടത്? അതാണ് ഒന്നാമത്തെ ഘടകം. സക്കാത്ത് ദായകൻ ആരാണ് നൽകേണ്ടത്? അയാൾക്ക് ചില അടിസ്ഥാന നിബന്ധനകൾ പൂർത്തിയാകണം.